നമസ്കാരം ഷിയാസാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് കപ്തിലാണ്. നമ്മുടെ അഫ്സൽ മണിയെ നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഒരു പ്രമുഖൻ്റെ അപ്പുറം നല്ലൊരു സഹജീവി സ്നേഹമുള്ള മനുഷ്യനാണ്. അദ്ദേഹം ഇപ്പോൾ 4-5 ദിവസമായിട്ട് ഇപ്പോൾ കപ്ത് വിട്ടിട്ട് മഹബൂലേക്ക് വന്ന് താമസം മാറിയിട്ടുണ്ട്. അത് കാരണം തന്നെ ഒരുപാട് പൂച്ചകൾ പട്ടിണിയാണ്. ഇവിടെ വന്ന സമയത്ത് കാണാൻ പറ്റിയ കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 ദിവസം പഴക്കമുള്ളൊരു ചോറാണ് പാവം പൂച്ച തിന്നുന്നത്. ആ ചിക്കനൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. സല്ലാജിലിരുന്നിട്ട് തണുത്ത് വരങ്ങലിച്ചിരിക്കണം പാവം. അപ്പൊ ഞങ്ങളിത് അറിയുന്ന കാരണം ഞങ്ങളിത് വാങ്ങിച്ചു കൊണ്ടിരുന്നു പറ്റിയിട്ടുണ്ടാവില്ല. എന്തായാലും ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞാൽ വരുന്നതായിരിക്കും പൂച്ച. പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് എന്താ പറയാ ഒരു 6 മാസത്തോളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഫുഡുകളും വെള്ളവും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നോക്കിനെ പൂച്ച നമ്മളെ കണ്ടപ്പോ എന്തോ പോലെ. അപ്പൊ ഇവിടെ സല്ലാജിലെ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു, അത് കൊടുത്തിട്ട് ഇങ്ങനെ കഴിക്കാണ്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി കൊടുത്തോളൂ, അതിന്റെ മേലത്തെ കുറെ കാലം ഒഴിവാക്കി കളഞ്ഞ അടിയിൽ കുറച്ച് തണുത്ത വെള്ളം ഫുഡ് ഉണ്ടാവും. ഈ മേലത്തെ വിറങ്ങിച്ചാണ് പൂച്ച തിന്നാൻ പറ്റാതെ കട്ടുന്നുണ്ടല്ലേ. അപ്പൊ എന്തായാലും വരുമ്പോ നമുക്ക് എന്തായാലും പിന്നെ പൂച്ചകൾക്ക് പൊതുവെ പുറമെ ഭക്ഷണം കിട്ടും. അവരെ കണ്ടപ്പോ തീർച്ചയായിട്ടും ആ പൂച്ച നമ്മളെ കണ്ടപ്പോ നമ്മൾ എടുത്ത് വന്നപ്പോ കണ്ട് കഴിക്കുമ്പോ തന്നെ നമുക്ക് തന്നെ എന്തോ പോലെ. കാരണം നമ്മൾ നല്ല ഫ്രഷ് ഫുഡ് കൊടുക്കണം. ഞാനിപ്പോ മീനൊന്നും അധികം കഴിക്കൂല. ചിക്കന്റെ തോലും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോ ഒക്കെ കഴിച്ചു. പിന്നെ കണ്ട അങ്ങനെ വിളിച്ച് മാടി കഴിഞ്ഞാൽ കഴിക്കുമായിരുന്ന പൂച്ച തന്നെയാണ്. മേലത്തെ മാറ്റി കഴിഞ്ഞാൽ അടിയിൽ കുഴപ്പമില്ലാത്ത ഫുഡുണ്ട്. ഈ മിക്സില് നല്ല ഫുഡാണ്. പഴക്കുണ്ടെങ്കിലും പക്ഷെ നമ്മളെ പൂച്ചാണ് കേട്ടോ. പൂച്ചക്ക് 3 കുട്ടികളൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ ഉണ്ട്. എവിടെ പോയി കുട്ടികളോട് പോയി കുട്ടികളാണല്ലോ. പക്ഷെ ഞങ്ങൾ വന്നതാണ് വെള്ളം കൊടുത്തിട്ടുണ്ട്. കൂടി പോവല്ലോ. കാണാനില്ല. കാണാനില്ല.